ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നട്ട പച്ചക്കറിയെല്ലാം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതെല്ലാം നമ്മൾ നട്ടത് ആടൊരു തക്കാളി തൈയുണ്ട്, പിന്നെ കുറച്ച് കൊള്ളി, ഇത് കേങ്ങാണ്. ഇതിന് വളമിടുന്നതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് തൽക്കൈ വെച്ച് ഒരു സാധനം അതിൽ വെക്കുന്നില്ല. ഇവിടെ കുറേ ഇത് വെള്ളരിക്കര തൈയെല്ലാം നട്ടിട്ടുണ്ട്. ഇത് ഒന്ന് മാത്രം ബാക്കിയുണ്ട്, വെള്ളരിക്കര തൈ. ഇത് ഫുള്ള് മയിൽ പറ്റ കൊത്തി തിന്നു, ഒന്നും വെക്കുന്നില്ല. എത്ര നല്ല ഉഷാറിൽ മുളക് തൈ വന്നിട്ടുണ്ട് അതിനറിയോ. മുളക് തൈ ഫുള്ള് കൊത്തി തിന്നു. നമ്മെല്ലാം നാട്ടിട്ട് വെച്ചതന്നെല്ല, ഫുള്ള് പയറ് എല്ലാം കൊത്തിട്ട് തിന്നു. കാണിച്ചത് ഞാൻ ഇവിടെ കയ്പക്ക തൈ ഇതേ എല്ലാം നോക്കിക്കോ. എന്താ എന്നാ ഇല്ലതാ മുളകിൻ്റെ തൈര് ഒന്നിന് മാത്രം തലവുണ്ട്. ഇത് ഉഷാറായെങ്കിലാ. ഇതെല്ലാം ഒരിക്കൽ കൊത്തി തിന്നിട്ട് വീണ്ടും തീർത്തിട്ട് വന്നതാണ്. ഇപ്പോൾ അതിലേനെ കൊത്തി തിന്നുന്നുണ്ട്. ഒന്നും ബാക്കിയില്ല മുളക് തൈ. കൊള്ളീനെ കൊത്തി തിന്നുന്നില്ല, അതുകൊണ്ട് കൊള്ളി മാത്രം ബാക്കിയുണ്ട്. കൊള്ളിയും വെണ്ടക്കായും കൊത്തുന്നില്ല. കുറേ ചീര നട്ടിട്ടുണ്ടായിന്. ഇവിടെ ഒരു സ്ഥലത്ത് നമ്മൾ ചാലെടുത്തിട്ട് മുള നട്ടിട്ടുണ്ടായതാണ്. ആ മുളിനെ ഫുള്ള് കൊത്തി തിന്നിട്ട് അതിൻ്റെ അടുത്ത് ഇപ്പോൾ വെണ്ടത്തൈ വെച്ചത്. അത് വെണ്ടത്തൈ ആയതുകൊണ്ട് നേരെയുണ്ട്. വേറൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ കക്കിരി തൈ നട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പൂ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കായ് ആയിട്ടുണ്ടായിന്. അതിപ്പോൾ അതിൻ്റെ അവസ്ഥ അങ്ങനെയൊന്ന് കാണിച്ചതോ. ഫുള്ള് പടർന്ന് കയറിയിട്ടിലേക്ക് പൂ പിടിച്ചിട്ട് ഇവിടെ എല്ലാം കായ് വന്നിട്ടുണ്ടായിന്. ആ കായിനെല്ലാം ഫുള്ള് കൊത്തി തിന്നു. ഈ മയിൽ വരാതിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇതൊരു കക്കിരിക്കര തൈ, അതും ഫുള്ള് കൊത്തി തിന്നിട്ടായി. ഞാനും മക്കളും കൂടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് നട്ടത്. അതന്നെ ഗണപതി നാരങ്ങ, അതായത് മാതള നാരങ്ങ എന്ന് പറയും. അതുണ്ട്, അത് മാത്രമുണ്ട്. മയിലിനെ എങ്ങനെ വരാതാക്കാന്നറിയില്ല. ഇപ്പോൾ പകൽ സമയത്ത് വരുന്നില്ല. പകൽ സമയത്ത് എന്താ വെച്ചെങ്കിൽ കാണുന്നതാണെങ്കിൽ നമ്മൾ അതിനെ ഓടിക്കുന്നത്. അതുകൊണ്ട് പകൽ സമയത്ത് വരുന്നില്ല. രാത്രി വന്നിട്ട് ഇപ്പോൾ ബാക്കിയെല്ലാം ഫുള്ള് കൊത്തി തിന്നുന്നത്. ഇവിടെ എല്ലാം നട്ടിട്ടുണ്ടായതാണ്. ഇതൊരു പടവലത്തിൻ്റെ തൈയാണ്. ആ പടവലത്തിൻ്റെ തൈന ഇത് ഇന്നലെ ആക്കിയത്, ഇന്നലെ രാവിലെ. ഇതിങ്ങനെ ചുറ്റും ഓല വെച്ചുകൊണ്ട് ഉഷാറായിട്ട് വരുന്നുണ്ടായിന്. അപ്പോഴത്തേക്ക് ഇന്നലെ എങ്ങനെ അത് തപ്പി പിടിച്ചിട്ട് കഴിഞ്ഞാൽ കൊത്തി തിന്നും അറിയില്ല. ഇവിടെ മുരിങ്ങ തൈ നട്ടിട്ടുണ്ടായിന്. മുരിങ്ങ തൈനെ കൊത്തി തിന്നിട്ട് എങ്ങനെയല്ലോ അതിപ്പോൾ ഉഷാറായിട്ട് വരുന്നുണ്ട്. എന്താ ഈ മുരിങ്ങ തൈന ഫുള്ള് കൊത്തിയിട്ട് ഇപ്പോൾ അത് അതിൽ വീണ്ടും തീർത്തിട്ട് വന്നത്. എല്ലാം തിന്നുന്നു, ഒരു സാധനവും വെക്കുന്നില്ല. ഇതിന് ചുറ്റും ഓല വെച്ചുകൊണ്ട് ഇത് കൊത്തി തിന്നാൻ കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ മുകളിലേക്ക് വരുന്നിടത്ത് അതിലേ ഓല വെച്ച് കൊടുക്കേണ്ടി വരും. ഇത് കുറച്ച് വലുതായി. ഞാനും മക്കളും ഒരു വീഡിയോയിൽ ഇവിടെ ചീര പറിച്ച് നടുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതിലില്ലേ ചീര ഞാൻ കാണിച്ചു തരാം കേട്ടോ. മയിൽ തിന്നിട്ട് ബാക്കിയുള്ളത് കാണിച്ചു തരാം. ആ ചീര ഉഷാറായത് എത്ര ഉഷാറായിന്നാന്ന്, ബാക്കി എത്ര ഉണ്ടെന്നും കാണിച്ചു തരാം. ഞങ്ങളെ കഷ്ടപ്പാട് മാത്രം ബാക്കിയുണ്ട്. ബാക്കി പറ്റ മയിൽ തിന്നിട്ട് തീർത്തു. ചട്ടിയിലുമില്ല. ഇതെല്ലാം ഫുള്ള് മയിൽ തിന്നിട്ട് തീർത്തത്. എന്താ കുറച്ച് എങ്ങനെയെല്ലാം ബാക്കി വരുന്നത് ഉഷാറായിട്ട് വരുന്നതിനെ വീണ്ടും വീണ്ടും കൊത്തിയിട്ട് തിന്നോളും. ആ ഒരു ചട്ടിയിൽ ഇത് മാത്രം എന്തേന്നറിയില്ല, കാണാഞ്ഞിട്ടോ കിട്ടാഞ്ഞിട്ടോ എന്ന് അതിൽ മാത്രം ബാക്കിയുണ്ട് കുറച്ചെണ്ണം. അത് കുറച്ച് വലുതായി. ഉഷാറായിട്ട് വന്നത് ഒന്നും മാത്രമേ ഇട്ടു. ഇത് അല്ലെങ്കിൽ എല്ലാം ഇതുപോലെ ആയിട്ടുണ്ടാട്ടി. ഇപ്പോൾ നിലത്ത് നട്ടതിൽ കുറച്ച് ബാക്കിയുണ്ട്.
ബാക്കി അതിൻ്റെ ഇടയിൽ വരുന്നത് കൊത്തി തിന്നുന്നു, ബാക്കി വരുന്നത് ഇതെല്ലാം കൊത്തിയിട്ട് തിന്നിട്ട് പിന്നെയും തെഴുത്ത് വരുന്നത് കേട്ടോ. വെണ്ടക്ക തിന്നാത്തത് കൊണ്ട് ഇതാ അതിൽ പൂ പിടിച്ചിട്ട് കായ് വരുന്നുണ്ട്. വെണ്ട തിന്നുന്നില്ല, അതുകൊണ്ട് മാത്രം ബാക്കിയത്. തിന്നുന്നുണ്ടായിരുന്നെങ്കിൽ അതും പൊട്ടി. ഇപ്പം വെണ്ടക്കായ് മാത്രം ബാക്കിയുണ്ട്. വെണ്ടക്കായ് ഇതിൽ വെണ്ടക്കായ് പിടിച്ചു ഉണ്ടോ. ഇതെല്ലാം നമ്മളെ വെണ്ടക്ക തൈ മാത്രം രക്ഷപ്പെട്ട് കിട്ടീന് മയിലിൻ്റെ അടുത്ത്. മയിൽ വരാതിരിക്കാൻ എന്തിനാ ചെയ്യേണ്ടത്? ഇപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും അറിയോ? രാവിലെ നമ്മൾ ഇതിനെല്ലാം വെള്ളം പോരാൻ വേണ്ടിയിട്ട് വന്നേ. വെള്ളം പോരാനേലും ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല. വെണ്ടയ്ക്കായിന്ന് മാത്രം എന്തെങ്കിലും കിട്ടിയെങ്കിലായി. ഇവിടെ നമ്മൾ പയർ നട്ടിട്ടുണ്ടായേ. പയർ ഒരു തൈയും ബാക്കിയില്ല. പയറിൻ്റെ ഒരു തൈര മാത്രം തണ്ടിതാ. ഒരു തൈര മാത്രം തണ്ട് ബാക്കിയുണ്ട്. ബാക്കിയെല്ലാം പോയി. ചീരയിൽ വിത്തിട്ടിട്ട് മുളക്കുന്നുണ്ട്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതും വന്നിട്ട് തിന്നോളും. നമ്മൾ നടാനേലും ഇത് ഞാനും അമ്മയും കൂടി നട്ട ചക്കപ്പഴത്തിൻ്റെ തൈ. ഇതിൽ കുറച്ച് ചീരയുടെ തൈ ഉണ്ട് കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടില്ലാമ്പോൾ ഞാൻ കാണിച്ചു തരാം. ബാക്കി ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. മയിൽ തിന്നാതെ ബാക്കി ഉണ്ടെങ്കിൽ. ഇതിനെല്ലാം വെള്ളം പോരാൻ വേണ്ടിയിട്ട് വന്നേ കേട്ടോ. അത് വെള്ളം പോർന്നിട്ട് വന്നിട്ട് കാണാം. വൈകുന്നേരം പോർന്നത് ഇപ്പോൾ വെയിലല്ലേ, നല്ല വെയിൽ. അപ്പോൾ രാവിലെയും കൂടി കുറച്ച് പോർന്നിട്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വാടിപ്പോവും തൈ. ചട്ടിയിലെല്ലാം രാവിലെയും കുറച്ച് പോർന്ന് കൊടുക്കണം. നല്ല വെയിലുള്ള സ്ഥലത്താണുള്ളത്. വൈകുന്നേരം പോർന്നില്ലെങ്കിൽ കുറച്ച് തൈ ബാക്കിയുണ്ട്. അത് ഉണങ്ങിയിട്ട് പോകും. മയിൽ നിന്നും രക്ഷപ്പെട്ട തൈ. വെള്ളത്ത് തൈ ഫുള്ള് പോയി. എന്ത് ബേജാറ്. എത്ര പാങ്ങല് തീർത്തിട്ട് വന്നിട്ടുണ്ടാവും. ഞാൻ പൊരിച്ചത് നടാ ഞായറാഴ്ച എന്നെല്ലാം വിജയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം പോയി. മാങ്ങ ഫുള്ള് നല്ല മാങ്ങ. ഇത് വേണമെങ്കിൽ തിന്നാം. നമ്മളെ മുറ്റത്ത് തന്നെയില്ലേ മാവ്. ഇന്ന് രണ്ടാൾക്കും സ്കൂളില്ല. സ്കൂളിൽ LSS പരീക്ഷ വേറെ കുട്ടികൾക്ക്. അതുകൊണ്ട് ഇവർക്ക് സ്കൂളിൽ ലീവ്. ഭയങ്കര ചൂട്. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. അത്രയില്ല ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മളാ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകുകയാണ് ഗൈസ്.